ഹലോ ഗൈസ്, പല ആപ്ലിക്കേഷൻസിന് പല കളറുകളാണുള്ളത് അല്ലേ? എന്തുകൊണ്ടാണത്? എന്താണത്? വരൂ നമുക്ക് നോക്കാം. എൻ്റെ പേര് രാഹുൽ. ടോട്ടലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബ്ലൂ എന്ന കളർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കാറ് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ വരൂ ഞങ്ങൾ പറഞ്ഞു തരാം. ബ്ലൂ എന്ന കളർ ട്രസ്റ്റ്, ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്നിവയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഈ ബ്ലൂ എന്ന കളറിൽ ട്രസ്റ്റ് വാല്യൂ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു നെഗറ്റീവ് എനർജി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കതിൽ തോന്നില്ല. ഫുള്ളായിട്ട് എന്താണ്, ഫുൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, കെയറിങ്, അങ്ങനത്തെ ഒരു വൈബുള്ളൊരു കളറായിട്ടാണ് നമുക്കത് തോന്നാറ് അല്ലേ? ഗ്രീൻ എന്ന കളർ പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് നാച്ചുറാണ്, അല്ലെങ്കിൽ സക്സസ് ആണ്, അല്ലെങ്കിൽ വെൽത്താണ്. എന്താണത്? കണ്ണിന് ഏറ്റവും കൂടുതൽ പ്ലീസിങ് ആയിട്ടുള്ളൊരു കളറാണ് ഗ്രീൻ അല്ലേ? നമ്മളെപ്പോഴും കാണുന്ന ഒരു പ്രകൃതി, ആ ഒരു സംബന്ധമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു കളറാണ് അല്ലേ? എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഗ്രീനാണ് കാണാറ്. അതേമാതിരി തന്നെ നമ്മൾ നാച്ചുറൽ ഗ്രോസറി അങ്ങനത്തെ സംഭവങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾക്കൊരു പച്ചക്കറീൻ്റെ ഒരു സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്രീൻ ടച്ച് കാണാം. ഇതാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കണ്ണിന് ഒരു പ്ലീസിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഗ്രീൻ എന്ന് പറയുന്നത്. ജസ്റ്റ് 1 മിനിറ്റ്, നിങ്ങളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് 110% ഗ്യാരണ്ടിയോട് കൂടി ഹൈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. യെല്ലോ എന്ന കളർ പറയുമ്പോൾ ഹാപ്പിനെസ്, ഹോപ്പ്, പോസിറ്റിവിറ്റി എന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ലിറ്ററലി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന സ്മൈലി, ഇമോജീസ്, അതെല്ലാം നമുക്കൊരു ഹാപ്പിനെസ് ഉള്ള സംഭവങ്ങളാണ് അല്ലേ? നമ്മൾ സ്മൈലീസ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഒരു സ്മൈലി ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്ക്. അതുമാതിരി തന്നെയാണ് ഹോപ്പ്. ഈ ഹോപ്പിനായാലും ഒക്കെ നമുക്കൊരു യെല്ലോ ടച്ച് നമുക്ക് കാണാൻ പറ്റും. ലിറ്ററലി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ലോഗോയിൽ തന്നെ ഒരു യെല്ലോ ടച്ച് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കളറാണ് യെല്ലോ. യെല്ലോ എന്ന കളർ പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഹാപ്പിനെസ്, പോസിറ്റിവിറ്റി എന്നീ മേഖലകളിലാണ്. ഈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഇല്ലേ, ഈ സ്നാപ്ചാറ്റ് അങ്ങനത്തെ കുറച്ച് ആപ്ലിക്കേഷൻസ്, ഇതിലെല്ലാം നമുക്ക് യെല്ലോ കാണാൻ പറ്റും. അതേമാതിരി നമ്മൾ ഉപയോഗിക്കുന്ന സ്മൈലികളിലായാലും നമുക്ക് എവിടെയൊക്കെ ഹാപ്പിനെസ് തരുന്നുണ്ടോ അവിടെയൊക്കെ ഒരു യെല്ലോൻ്റെ എവിടെയെങ്കിലും ഒരു ടച്ച് നമുക്ക് കാണാൻ പറ്റും. ഇതേമാതിരി തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഒരു യെല്ലോൻ്റെ ടച്ച് ഉണ്ടാവും. ഇപ്പോൾ ലിറ്ററലി നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പനി ലോഗോയിൽ തന്നെ നമുക്ക് യെല്ലോൻ്റെ ഒരു ടച്ച് കാണാൻ പറ്റും. അതാണ് യെല്ലോ കാണുമ്പോൾ നമുക്ക് എവിടെയായാലും ഒന്ന് അട്രാക്റ്റ് ചെയ്യും, നമുക്കൊരു പോസിറ്റീവ് ഒരു ഫീൽ നമുക്കത് കിട്ടും. ഇനി റെഡിലേക്ക് വരാം. റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സൊമാറ്റോ, റെഡ് ബസ് എന്ന പോലെ ആപ്ലിക്കേഷൻസാണ്. എന്തുകൊണ്ടാണ്? ലവ് അല്ലെങ്കിൽ കെയർ, ആ ഒരു സംഭവങ്ങളില്ലേ, നമുക്ക് ഫുഡിനോടുള്ളൊരു ഇഷ്ടം, കാര്യങ്ങൾ, ഇതെല്ലാമാണ് ആ ഒരു സൊമാറ്റോ എന്നുള്ള ആപ്ലിക്കേഷൻസ് ഫോളോ ചെയ്യുന്നത്. ഇതുമായി തന്നെ റിജക്ഷൻസിലേക്ക് നമുക്ക് റെഡ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാൻസലേഷൻസ് അല്ലെങ്കിൽ വല്ല അലേർട്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡാണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതെന്താണ്? നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് കാണിക്കും അല്ലേ? പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ഐയിലേക്ക് ഏറ്റവും കൂടുതൽ കണ്ണിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കളറാണ് റെഡ്. ഇതെല്ലാം റെഡിൻ്റെ സവിശേഷതകൾ.